കർണാടക ബെല്ലാരിയിലെ സംഘർഷത്തിൽ ബി.ജെ.പി. എം.എൽ.എ. ഗാലി ജനാർദ്ദന റെഡ്ഡി ഉൾപ്പെടെ 11 പേർക്കെതിരെ കേസെടുത്തു. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇന്നലെ രാത്രി ബാനർ കെട്ടുന്നതിനെ ചൊല്ലി കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ബെല്ലാരിയിൽ വാൽമീകി പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പോയത്. നാളെ ഈ വാൽമീകി പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങ് നടക്കുകയാണ്. കോൺഗ്രസിന്റെ എം.എൽ.എ. ബെല്ലാരി സിറ്റി എം.എൽ.എ. ഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ബാനർ എം.എൽ.എ. ആയിട്ടുള്ള ബി.ജെ.പി. നേതാവുമായിട്ടുള്ള ജനാർദ്ദൻ റെഡ്ഡിയുടെ വീടിന് മുൻപിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് തുടക്കമായത്. ഏതായാലും ഈ ബാനർ അവിടെ കെട്ടുന്നതിനെതിരെ ജനാർദ്ദൻ റെഡ്ഡിയുടെ അനുയായികൾ തടസ്സപ്പെടുത്തി. ഇതിനെ ചൊല്ലി ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ് കല്ലേറും കയ്യാങ്കളിയിലേക്കൊക്കെ പോയി. ഭരത് റെഡ്ഡിയുടെ ഏറ്റവും അടുത്ത അനുയായിയും ഗൺമാനുമൊക്കെ ആയിട്ടുള്ള സതീഷ് റെഡ്ഡി ഇതിനിടയിൽ തോക്കെടുത്ത് ആകാശത്തേക്ക് നിറയൊഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്ന് അബദ്ധത്തിൽ രാജശേഖറിന് ഈ സംഘർഷത്തിനിടയിൽപ്പെട്ട് വെടിയേറ്റു എന്നുള്ളതാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. എന്നാൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയാണ് ജനാർദ്ദൻ റെഡ്ഡി ചെയ്തതെന്ന് ഭരത് റെഡ്ഡി പറയുന്നു. അദ്ദേഹം നൽകിയ പരാതിയിൽ ജനാർദ്ദൻ റെഡ്ഡി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള സോമശേഖർ റെഡ്ഡി, മുൻമന്ത്രി ശ്രീരാമുലു തുടങ്ങിയ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കലാപാഹ്വാനത്തിൽ ഉൾപ്പെടെയുള്ളതാണ് കേസെടുത്തത്. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണ് എം.എൽ.എയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ബി.ജെ.പി. പറയുന്നു. ഏതായാലും സംഘർഷാവസ്ഥയ്ക്ക് കാര്യമായിട്ട് കുറവ് ഉണ്ടായിട്ടില്ല. ഈ ബെല്ലാരി സിറ്റിയിൽ ഇതിനോടകം തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ പിന്നിടുകയാണ്. നിലവിലേതായാലും സംഘർഷത്തിന് യാതൊരു വിധത്തിലുള്ള അയവും അവിടെ ഉണ്ടായിട്ടില്ല. ബി.ജെ.പി. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വങ്ങൾ വിഷയം പരിഹരിക്കാൻ ഇടപെടലുകൾ ആരംഭിച്ചിട്ടുമുണ്ട്.